ഹലോ ഗൈസ്, കളങ്കാവൽ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വിനായകനെ ചേർത്ത് നിർത്തിക്കൊണ്ട് മമ്മൂക്ക പറഞ്ഞിട്ടുള്ള വർത്താനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇപ്പോൾ വിനായകനെക്കുറിച്ച് ആളുകൾക്ക് പൊതുവേ ആളൊരു തെമ്മാടിയാണ്, ആൾക്ക് സംസാരിക്കാൻ അറിയില്ല, ആൾക്ക് ധിക്കാരമാണ്, കയ്യിൽ കാശ് കിട്ടിയപ്പോഴേക്ക് വേറെ ലെവലിലായി, കള്ള് കഞ്ചാവാണ്, സംസ്കാരമില്ല, പെണ്ണുങ്ങളോട് ഇടപഴകാൻ അറിയില്ല, ആളുകളെ ബഹുമാനിക്കാൻ അറിയില്ല, ഓൻ എന്താ പറയുക ഇത്രയും കൾച്ചറില്ലാത്ത ഒരു മൃഗമാണെന്ന ലെവലിലൊക്കെയാണ് പൊതുവേ ആളുകൾ സോഷ്യൽ മീഡിയയിൽ വിനായകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്ത് തെറ്റിയതുള്ള ഒരു മനുഷ്യനും അല്ലെങ്കിൽ എന്തൊക്കെ കുറവുള്ള ഒരു മനുഷ്യനും ഒരു പശ്ചാത്തപിക്കാനും അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് മുന്നോട്ട് വരാനുള്ള അവകാശം, യോഗ്യത ഈ ലോകത്ത് സമൂഹത്തിലുണ്ട്. അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ വിനായകന് നന്നാവണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ മമ്മൂക്കയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എത്ര നല്ല കുട്ടിയായിട്ട് അടിപൊളിയായിട്ടാണ് മൂപ്പരുള്ളത് അല്ലേ. മമ്മൂക്കയുടെ ഒരു വർത്തമാനങ്ങൾ ശ്രദ്ധിച്ചാൽ, അതായത് വിനായകനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ സംസാരിച്ച കാര്യമില്ലേ, വിനായകൻ ഒരു കുസൃതി കാണിക്കുന്ന ഒരാളാണ്. വിനായകൻ നല്ല രീതിയിൽ അഭിനയിക്കും. വിനായകൻ അതിനൊക്കെ മെച്ചപ്പെട്ട രീതിയിലാണുള്ള ഒരു മനുഷ്യനാണ് മൂപ്പരുള്ള. അഭിനയിക്കാൻ പറഞ്ഞാൽ നെഗറ്റീവായിട്ട് പറയുന്നില്ല സിനിമയിൽ. ഇപ്പോൾ എന്തായാലും അടിപൊളി ഒരു പച്ച മനുഷ്യല്ലേ, സോഷ്യൽ ആങ്സൈറ്റി ഒക്കെ ഉള്ളൊരു മനുഷ്യൻ. പല ആളുകളുടെ ഇപ്പോൾ വിനായകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ക്രൗഡിനെ ഡീൽ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് അറിയില്ല എന്നൊക്കെ. മൂപ്പര് വളർന്നു വന്ന ഒരു അന്തരീക്ഷം, മൂപ്പരെപ്പോഴത്തെ ഒരു അവസ്ഥ, എക്സ്പീരിയൻസും ഒക്കെ അങ്ങനെയായിരിക്കും. അപ്പോൾ മറ്റുള്ളവർ പെരുമാറുന്ന പോലെ, പ്രതികരിക്കുന്ന പോലെ, ഇടപെടുന്ന പോലെ എല്ലാവരും ഇടപെടാൻ നമുക്ക് പറയാൻ പറ്റില്ല. വിനായകൻ്റേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും സംഭവമുണ്ട്. പിന്നെ മൂപ്പരുടെ ലൈഫിൽ നിന്ന എക്സ്പീരിയൻസുകൾ, മൂപ്പർ റിലേഷൻഷിപ്പിലുണ്ടായ കാര്യങ്ങൾ, മൂപ്പരുടെ ഫ്രണ്ട് സർക്കിൾ, ഫാമിലി സർക്കിൾ, ഫാമിലി ലൈഫ്, ഇതൊക്കെ മൂപ്പരുടെ പെരുമാറ്റത്തെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ടാവും. എന്തായാലും ഹീസ് എ ഗുഡ് ആക്ടർ, ഫാൻറ്റാസ്റ്റിക് ആക്ടർ, അതിൽ ഒരു സംശയമില്ല. അപ്പോൾ സിനിമാ ലോകം എന്തായാലും മൂപ്പർ ചേർത്ത് നിർത്തുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു അവസ്ഥ വെച്ചൊക്കെ മൂപ്പർ ഇത്രയും തെറിവിളി അതും ഇതും ഇത്രയും കോൺട്രവേഴ്സികളിലൊക്കെ പെട്ട് കിടക്കുന്ന സമയത്ത് സിനിമയും കൂടി ഇല്ലെങ്കിൽ മൂപ്പർ അവസ്ഥ വെച്ചേക്കും വേറെ ഏതെങ്കിലും മേഖലയ്ക്ക് പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ മൂപ്പർ വലിയൊരു ക്രിമിനലോ അല്ലെങ്കിൽ മൂപ്പർ മോശക്കാരനായതുകൊണ്ട് അങ്ങനെ ഞാൻ പറയണതല്ല കേട്ടോ, പക്ഷേ അങ്ങനെ ആക്കി കളഞ്ഞിട്ടുണ്ടാവും സമൂഹം. കൊലപാതകയോ അല്ലെങ്കിൽ ക്രിമിനലോ കഞ്ചാവ് കേസിൽ അകത്താകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. നിങ്ങൾ ആ സീനൊന്ന് ആലോചിച്ച് നോക്കി അല്ലേ. അല്ലെങ്കിൽ കൊട്ടേഷൻ രീതിയിൽ പോവുകയൊക്കെ സാധ്യത ഉണ്ട്. കാരണം ഈ സമൂഹം അങ്ങനെയാണ്. എന്തെങ്കിലും ഡീസൻ്റായിട്ട് നിൽക്കുന്ന ഒരാളെ പോലും അവനെ കള്ളന്, ക്രിമിനലും അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന ഒരാളാക്കി മാറ്റാനാണ് ഈ സമൂഹം ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ പൊതുസമൂഹത്തിൽ ഇത്രയും ആളുകൾ മൊത്തം അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ വിനായകൻ ഒരു അവസ്ഥയിലെത്തിയപ്പോൾ മമ്മൂക്ക അവനെ ചേർത്തിരുന്നത്, വിനായകനെ ചേർത്ത് നിർത്തുന്നു എന്ന് പറയണമെങ്കിൽ അത്രയും മാതൃകാപരമാണ് ഗൈസ്, അത്രയും മാതൃകാപരമാണ്. മമ്മൂക്കാനോടുള്ള ഒരു റെസ്പെക്റ്റ് ഇങ്ങനെ പതിന്മടങ്ങ് കൂടിക്കൂടി വരികയാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ നെഗറ്റീവായിട്ട് പല പെണ്ണെന്നോ ആ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് മമ്മൂക്ക ചെയ്തിട്ടുള്ള ഒരു കളിയാണിത് എന്നൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ എന്താ പ്രശ്നം? ഒരു മനുഷ്യനെ പബ്ലിക്കായിട്ട് ചേർത്ത് നിർത്താൻ മൂപ്പർക്ക് പറ്റുന്നുണ്ട് എന്ന് പറയണമെങ്കിൽ അത് വലിയ മനസ്സാണ് ഗൈസ്, വലിയ മനസ്സാണ്. അപ്പോൾ എന്തായാലും അടിപൊളി. അത് വിനായകനെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ഒരു നോട്ടമൊക്കെ അല്ലേ മൂപ്പർക്ക്. വേറൊരു കാര്യം ശ്രദ്ധിക്കുക, പല ആളുകളും വാക്കുകൾ വെച്ചിട്ട് അങ്ങനെ ഇങ്ങനെയും വെച്ചിട്ട് ആളുകളെ പ്രലോഭിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്ന, ചെയ്ത കള്ളത്തരങ്ങൾ മറച്ചു വയ്ക്കാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ്